ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ തൈര് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഞാനൊരു മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോരുകറി ഉണ്ടാക്കും. എനിക്ക് മോരുകറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുമ്പളങ്ങ അല്ലെങ്കിൽ കായ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മോരുകറി വെക്കാറ്. ഇന്ന് ഞാൻ ചേമ്പും തണ്ട് വെച്ചിട്ടാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കുന്നത്. അന്ന് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ചേമ്പും തണ്ട് മുറിച്ച് കൊടുന്നപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇന്ന് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടൊരു മോരുകറി. ഇനി ഈ ചേമ്പും തണ്ട് ഞാൻ കട്ട് ചെയ്ത് കെട്ടിട്ടോ. അന്ന് ഉപ്പേരിക്ക് തന്നെ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു കൈ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ചേമ്പും തണ്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കൈ നന്നായിട്ട് ചൊറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പച്ചമുളക്, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാ, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ്, വേപ്പില, ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ചേമ്പിൻ്റെ തണ്ടിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി മോരുകറിയിലേക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അതിന് ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നല്ല ജീരകം. മോര് കഷ്ണങ്ങൾ ഇട്ടിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ നല്ല ജീരകമാണ് കേട്ടോ ഇടുക. ഇനി കഷ്ണം ഇടാതെ മോര് കാച്ചില്ലേ, അപ്പോൾ പെരുംജീരകം ഇട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ. ഈ തേങ്ങ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാൻ അരച്ച് വെച്ചു. തേങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് തൈര്. ഇത് ഒന്ന് മിക്സിയിൽ ഒറ്റ അടി അടിച്ചാൽ മതി. നല്ല കട്ടയുള്ള തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. നല്ല തൈരാണിത്. ചേമ്പും തണ്ട് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, എന്നിട്ട് പിന്നെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ തിള വന്നതിന് ശേഷം തേങ്ങ അരച്ചത് ഒഴിക്കാം. തിള വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രഷ് വേപ്പില. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്മിലാട്ടാ ഇനി വെക്കേണ്ടത്.
മോരുകറി എല്ലാവർക്കും വെക്കാനറിയാം. പക്ഷേ എന്താണെന്നറിയോ, എല്ലാവരും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് മോരുകറി വയ്ക്കുക. ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വയ്ക്കുക. നിങ്ങൾ ഇതുപോലെയാണ് വയ്ക്കുക കമൻറ്റിലൊന്നും. ഇതാ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി താളിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. ഉലുവ, പച്ചമുളക്, വേപ്പില. ചേമ്പൻ തണ്ട് കൊണ്ട് മോരുകറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഇനി നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ബൈ.